എന്റെ പൊന്നു മോൻ അങ്ങനെ ചെയ്യില്ല. എന്റെ ഉമ്മ എന്നെ പഠിപ്പിച്ചനുസരിച്ചിട്ട് ഞാൻ നിങ്ങളെ ഉമ്മാന്ന് വിളിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യേണ്ടത്. പക്ഷെ ഞാനത് ചെയ്യുന്നില്ല. കാരണം ഈ കമന്റ് ബോക്സിൽ ആളുകൾ എന്നെ എടുത്തിട്ട് ഒടുക്കും എന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. എന്തായാലും നിങ്ങൾ പറയുന്നത് ഞങ്ങളൊന്ന് കേൾക്കട്ടെ. ഇവൻ ആഹാരം നിർത്തിയിട്ട് ഇവൻ കസേരയിലിരുന്നാണ് വാരി കൊടുക്കുന്നത്. ആ കയ്യിൽ ഒരു ചുള്ളി കമ്പ് കാണും ഇവന്റെ കയ്യിൽ. കാരണം ആ കുട്ടി അങ്ങനെ ആഹാരം കഴിക്കാറില്ല. അപ്പൊ കയ്യിൽ മേശപ്പുറത്ത് ചോറ് വെച്ചിട്ട് കസേരയിൽ കാല് നീട്ടി വെച്ചിട്ട് ഇവന് നിർത്തിക്കൊണ്ട് വാരി കൊടുക്കും. അത് വിരട്ടിയാണ് ഇവൻ വാരി കൊടുക്കും. ഈ കരച്ചിലും ഈ വെളുപ്പിക്കലും ഉണ്ടല്ലോ, ഇത് പണ്ട് മുതലേ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തത് കൊണ്ടാണ് ഇവനെ പോലെ ഒരുത്തൻ ഇങ്ങനെ ആയത്. ആ കുഞ്ഞിനെ അടിക്കാൻ വേണ്ടി ഞങ്ങളുടെയൊക്കെ വീട്ടിലും കുഞ്ഞുങ്ങൾ തന്നെ ഉള്ളത്. അവർക്കും ചോറ് തന്നെ കൊടുക്കുന്നത്. അവരെയും പേടിപ്പിച്ച് തന്നെയാണ് പലപ്പോഴും ഭക്ഷണം കഴിപ്പിക്കാറ്. ഇവൻ എടുത്ത ഈ വടി പണ്ട് നിങ്ങൾ ഇവന്റെ ഈ പ്രായത്തില് എടുത്തിരുന്നെങ്കിൽ ഇന്ന് ഇവനെ ഈ അവസ്ഥയിൽ കാണേണ്ടി വരത്തില്ലായിരുന്നു. ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നല്ലോ ഇവൻ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന, ആ പെണ്ണിനും ഇതുപോലെ അവൻ ചോറ് കൊടുക്കാത്തതിന് വടിയെടുത്തതായിരിക്കും അല്ലെ, ഭിത്തിയിൽ പിടിച്ച് തലയടിച്ച് പൊട്ടിച്ചത്. ആ കൊച്ചു വീൽ ചെയറിൽ ഇപ്പം രൂപാന്തരം മാറി വന്നിരിക്കുന്നത്. നിങ്ങളുടെ കൈകളും അതിൽ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും, ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണം. ഇത്തരം സപ്പോർട്ടുകൾ കൊടുത്ത് മക്കളെ ഈ രൂപത്തിൽ വഷളാക്കുന്ന മാതാപിതാക്കൾ കൂടി ഉള്ള പാഠമാണ്. തെറ്റുകൾ തിരുത്തി തന്നെ വളർത്തണം, ഇല്ലെങ്കിൽ ഈ സമൂഹം തിരുത്തും.